ഹായ് ഓൾ, വെൽക്കം ടു ത്രെഡ് ആൻഡ് നീഡിൽ. കോട്ട സിൽക്കിൽ വന്നിരിക്കുന്ന വൈറ്റ് ഓഫ് വൈറ്റും ആയിട്ടുള്ള ഷെയ്ഡ്സിൽ ത്രെഡ് എംബ്രോയ്ഡറി എന്ന സാരീസാണ് കാണിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ്. ഓഫ് വൈറ്റ് കളറിൽ ഫുള്ളായിട്ടും ത്രൂ ഔട്ട് ദ സാരിയിൽ ഒരേപോലെയാണ് ആരി എംബ്രോയ്ഡറി പോയിരിക്കുന്നത്. ചെറിയൊരു ക്രീം കളർ ത്രെഡും ഇടയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഫുൾ ബോർഡറിൽ ഒരേപോലത്തെ വർക്ക് വന്നിട്ട് ചെറിയൊരു എഡ്ജ് ഫിനിഷും വരുന്നുണ്ട്. പല്ലവ് എത്തുമ്പോൾ ഇതുപോലെ വരും. ബ്ലൗസ് പീസും ഇങ്ങനെ തന്നെ പ്ലെയിനിൽ സ്ലീവിൻ്റെ അറ്റത്ത് മാത്രം ഇതുപോലെ വർക്ക് വരും. നെക്സ്റ്റ് വൺ വരുന്നത് സെയിം ഷെയ്ഡിൽ തന്നെയാണ്, ഓഫ് വൈറ്റ് തന്നെയാണ്. അതിൽ സെൽഫ് കളർ എംബ്രോയ്ഡറിയാണ് വന്നിരിക്കുന്നത്. ചെറിയ ചെറിയ വള്ളികളും അതുപോലെ തന്നെ ഒരു ലൈൻസുമാണ് ഇതിലുള്ള എംബ്രോയ്ഡറി. ആരി എംബ്രോയ്ഡറിയാണ് പോയിരിക്കുന്നത്. എഡ്ജസിലും ഇതുപോലത്തെ ചെറിയൊരു ബോർഡർ വരുന്നുണ്ട്. ത്രൂ ഔട്ട് ദ സാരിയിലും ഒരേപോലെ വന്നിട്ട് പല്ലുവിന് സെയിം തന്നെയാണ് റണ്ണിങ് വരുന്നത്. ബ്ലൗസും പ്ലെയിൻ വന്നിട്ട് സ്ലീവിൻ്റെ എഡ്ജിലും മാത്രം ഇതുപോലെ സിമ്പിളായിട്ടൊരു വർക്കാണ് ഇതിലും വന്നിരിക്കുന്നത്. ത്രൂ ഔട്ട് ദ സാരിയിൽ ഒരേപോലെ തന്നെ വർക്ക് ഉണ്ടെങ്കിലും ഒട്ടും ഹെവിനെസ് ഇല്ലാത്ത സാരിയാണ് ഇത് വരുന്നത്. ഈസി ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. ക്രീമും ഓഫ് വൈറ്റും അതോടൊപ്പം എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു എഡ്ജ് ഫിനിഷിങ് ഇതിനോടൊപ്പം ഉണ്ട്. പല്ലവ് എത്തുമ്പോൾ സെയിം പോലെ തന്നെ റണ്ണിങ് വരും. ബ്ലൗസിൻ്റെ സ്ലീവും ബോഡി പാർട്ടിലെല്ലാം പ്ലെയിൻ വന്ന് സ്ലീവിൻ്റെ എഡ്ജിൽ മാത്രം ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എംബ്രോയ്ഡറി വരുന്നുണ്ട്. ഇത് നല്ലൊരു ലൈറ്റ് ഐവറി ഷെയ്ഡാണ്. ആദ്യം കാണിച്ചത് ഓഫ് വൈറ്റ് ആയിരുന്നു, ഇതൊരു ഐവറി ഷെയ്ഡ്. സെയിം തന്നെ എംബ്രോയ്ഡറിയാണ് രണ്ടിലും വന്നിരിക്കുന്നത്. നല്ല നല്ല ഒരു ബ്രാഞ്ചസ് ഒക്കെയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻസാണ് ഇതിൽ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത്. എഡ്ജസിലും സെൽഫ് കളറായിട്ടൊരു എംബ്രോയ്ഡറി പോയിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ സാരി ഒരേപോലെ വന്നിട്ട് പല്ലുവിലും അങ്ങനെ തന്നെ റണ്ണിങ് വരും. ബ്ലൗസിൻ്റെ സ്ലീവിലും മാത്രമാണ് ഇതിനും വർക്ക് വരുന്നത്. നല്ലൊരു ഐവറി ഷെയ്ഡിൽ തന്നെ ഒരു ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറിയാണ് നെക്സ്റ്റ് വരുന്നത്. ത്രൂ ഔട്ട് ദ സാരിയിൽ ഒരേപോലെ തന്നെ എംബ്രോയ്ഡറി വന്നിട്ട് പല്ലുവിലേക്കും കണ്ടിന്യൂസ് ആയിട്ട് റണ്ണിങ് വരുന്നുണ്ട്. നല്ലൊരു എഡ്ജിൽ ചെറിയൊരു ബോർഡറും വരുന്നുണ്ട്. ബ്ലൗസിൽ സ്ലീവിൽ മാത്രമാണ് വർക്ക് വരുന്നത്. ഓഫ് വൈറ്റും ക്രീമോടുള്ളൊരു കോമ്പിനേഷനിലാണ് എംബ്രോയ്ഡറി വരുന്നത്. സെയിം തന്നെ വർക്കാണ് ഇതിലും വരുന്നത്, പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു ഓഫ് വൈറ്റ് കളറാണ്. ആദ്യം കാണിച്ചത് ലൈറ്റ് ഐവറി ആയിരുന്നു. ഇതിൽ ക്രീമും ഓഫ് വൈറ്റൂടെ ഉള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഫുൾ സാരിയിലും എംബ്രോയ്ഡറി വരുന്നുണ്ട്. പല്ലവ് എത്തുമ്പോൾ ഇതുപോലെ വരും. ബ്ലൗസിൻ്റെ സ്ലീവിൽ മാത്രമാണ് വർക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്ന കുറച്ചുകൂടെ ഒരു ബേജ് ടോണിലേക്ക് വരുന്ന സാരിയാണ്. ഇതിൽ നല്ല ഇതിൻ്റെ തന്നെ ഒരു ഓഫ് വൈറ്റ് ഞാൻ ആദ്യം കാണിച്ചിരുന്നു. ഫുൾ സാരിയിലും ഒട്ടും ഹെവിനെസ് ഇല്ലാത്തൊരു എംബ്രോയ്ഡറി പോയിട്ടുണ്ട്. ആരി എംബ്രോയ്ഡറിയാണ് ഈ സാരീസിലെല്ലാം വന്നിരിക്കുന്നത്. ചെറിയ ചെറിയ ഫംഗ്ഷൻസിനായാലും ചർച്ച് വെയർ ആയിട്ട് നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് എടുത്തു പോകുന്നൊരു സ്റ്റഫാണ് കോട്ട സിൽക്ക് വരുന്നത്. അത് എത്തുമ്പോഴും ഇതുപോലെ തന്നെ റണ്ണിങ് വരും. ബ്ലൗസിൻ്റെ സ്ലീവിൽ മാത്രമാണ് വർക്ക് വരുന്നത്. ബോഡി പാർട്ടിൽ പ്ലെയിൻ വന്നിട്ട് സ്ലീവിൽ മാത്രം വർക്ക് വരുന്നുണ്ട്. 3490 റേഞ്ചിലാണ് ഈ സാരീസ് എല്ലാം അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട എംബ്രോയ്ഡറി നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്